ഇന്ന് 2026 ജൂലൈ 1. ഓരോ മാസത്തിന്റെ തുടക്കവും ഓരോ പുതിയ നിയമമാറ്റങ്ങൾ വരാറുണ്ട്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വിദ്യാർത്ഥി വായ്പകൾ, വിസ അപേക്ഷയിലെ മാറ്റങ്ങൾ, സ്കൂൾ ക്യാമ്പസുകളിലെ നിയന്ത്രണങ്ങൾ, ഉപഭോക്തൃ സുരക്ഷ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കാലിഫോർണിയ, ഫ്ലോറിഡ, ടെനസി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന നിയമമാറ്റങ്ങളും ഒപ്പം ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ സ്റ്റുഡൻസ് ലോൺ പരിഷ്കാരങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന സ്റ്റുഡൻസ് ലോൺ പരിഷ്കാരങ്ങളുടെ കാര്യം നോക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നിയമപ്രകാരം 2026 ജൂലൈ 1 മുതൽ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ഫെഡറൽ വായ്പകൾക്ക് പുതിയ പരിധി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നോൺ പ്രൊഫഷണൽ ബിരുദങ്ങൾ, പ്രൊഫഷണൽ ബിരുദങ്ങൾ എന്നിവയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നോൺ പ്രൊഫഷണൽ ബിരുദങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഒരു അക്കാദമിക് വർഷത്തിൽ പരമാവധി 20,500 ഫെഡറൽ വായ്പ ലഭിക്കും. ആകെ മൊത്തം $1,00,000 മാത്രമേ വായ്പയായി അനുവദിക്കുകയുള്ളൂ. അടുത്തത് പ്രൊഫഷണൽ ബിരുദങ്ങളാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതിവർഷം $50,000 വരെയും ആകെ മൊത്തം $2,00,000 വരെയും വായ്പാ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ചില ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ പുതിയ സാമ്പത്തിക നിയന്ത്രണം കാര്യമായി ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന കാലിഫോർണിയയിലെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലിഫോർണിയ സംസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഇന്നു മുതൽ സ്കൂൾ, ഭവന നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് കാലിഫോർണിയ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളെന്ന് വിശദമായി നോക്കാം. ആദ്യത്തേത് സ്കൂളിലെ മാറ്റമാണ്. 2026 ജൂലൈ മുതൽ കാലിഫോർണിയയിലെ സ്കൂൾ ക്യാമ്പസുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുകയോ അല്ലെങ്കിൽ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തത് ജെൻഡർ ന്യൂട്രൽ ബാത്റൂമുകളാണ്. എല്ലാ സ്കൂൾ ക്യാമ്പസുകളിലും കുറഞ്ഞത് ഒരു ജെൻഡർ ന്യൂട്രൽ ബാത്റൂം എങ്കിലും ഉണ്ടായിരിക്കണമെന്ന് നിയമം നിർബന്ധമാക്കുന്നു. അടുത്തത് ഭക്ഷണശാലകളിലെ വിവരങ്ങളാണ്. പ്രമുഖ ചെയിൻ റെസ്റ്റോറന്റുകൾ തങ്ങളുടെ മെനുവിൽ ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന പ്രധാന അലർജനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. ഉദാഹരണത്തിന് എള്ള്, പാൽ, മുട്ട എന്നിവയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അടുത്തത് യൂണിഫോം ഫുഡ് ലേബലിംഗ് ആണ്. ഉപഭോക്താക്കളുടെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഭക്ഷണപ്പൊതികളിൽ ബെസ്റ്റ്, ഇഫ് യൂസ്ഡ് ബൈ എന്നിങ്ങനെ കൃത്യമായ ലേബലുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്തത് ഹൗസിംഗ് പരിഷ്കാരമാണ്. ബസ് സ്റ്റോപ്പുകൾ, സബ്വേകൾ തുടങ്ങിയ പൊതുഗതാഗത സൗകര്യങ്ങൾക്ക് സമീപം കൂടുതൽ ഹൈറിസ്ക് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്നതിനായി നിയമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി ഫ്ലോറിഡയിലെയും ടെനസിയിലെയും മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോറിഡയിലും ടെനസിയിലും ഭരണപരമായ ചില പ്രധാന മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ആദ്യം നമുക്ക് ഫ്ലോറിഡയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോറിഡയിൽ ഇനി മുതൽ പ്രോപ്പർട്ടി ഫോർക്ലോഷർ നടപടികൾ നിയമപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇത്തരം ലേലങ്ങളും വിൽപ്പനകളും നടത്താനുള്ള പൂർണ്ണ ചുമതല കോടതി ക്ലർക്കുമാർക്ക് മാത്രമായിരിക്കും. ഇതുവഴി ക്ലർക്കുമാരുടെ ട്രസ്റ്റ് ഫണ്ടിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ടെന്നീസിലെ നിയന്ത്രണങ്ങളാണ്. ടെന്നീസിയിലും ഇനി മുതൽ പുതിയ പൊതുജനാരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ക്രോറ്റം പോലെയുള്ള പദാർത്ഥങ്ങളുടെ നിരോധനം ഉൾപ്പെടെയുള്ള കർശനമായ പല നിയമങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ കൂടാതെ ഈ മാസം മുതൽ US പുതിയ വിസ പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപേക്ഷകർ അധികമായി $750 അടച്ചാൽ വേഗത്തിലുള്ള B1, B2 വിസകൾ അനുവദിക്കുന്നതിനുള്ള പൈലറ്റ് പ്രോഗ്രാമാണ് US ആരംഭിക്കുന്നത്. ഈ അധിക ഫീസ് അപേക്ഷകർക്ക് 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വിസ അഭിമുഖ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുന്നതാണ്. അടിയന്തര മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ മുതലായവയ്ക്ക് വേഗത്തിൽ വിസ ലഭിക്കുന്നതിന് യാത്രക്കാർ അധിക പണം നൽകാൻ തയ്യാറാണോ എന്ന് വിലയിരുത്തും. ഈ പൈലറ്റ് പ്രോഗ്രാം ജൂലൈയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വിനോദസഞ്ചാരികൾക്ക് മാത്രമുള്ളതാണ്. വിസ അംഗീകരിക്കപ്പെടുമെന്ന് ഫീസ് ഉറപ്പു നൽകുന്നില്ല. ഈ അധിക തുക അടയ്ക്കുന്ന അപേക്ഷകർ അവരുടെ സ്റ്റാൻഡേർഡ് B1 അല്ലെങ്കിൽ B2 വിസ അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. 2026 ജൂലൈ 1 എന്ന ഈ ദിവസം US-ലെ സാധാരണക്കാരായ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. വിദ്യാഭ്യാസ വായ്പകളിലെ പരിധിയും സ്കൂളുകളിലെ മൊബൈൽ നിരോധനവും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് തീർച്ചയാണ്.